ഫ്ലോറിന്റെ ഒരു മൂലയിൽ ഒരു പഴമ നിറഞ്ഞ ഉടഞ്ഞു പൊട്ടിപ്പോയ ഒരു ചെങ്കൽ ചുമരുണ്ട്. കാണാൻ ഒരു പഴയ കെട്ടിട ചുമര് പോലെ ആയിരുന്നു. പക്ഷേ ഗ്രാമത്തിലുള്ള വയസ്സായ ആളുകൾക്കിടയിൽ ഒരു സംസാരമുണ്ടായിരുന്നു. അതായത് ഈ ചുമര് നേര് പറയുമത്രേ, പക്ഷെ ഇത് ആർക്കും അറിയില്ല. നിതിൻ ആ ഗ്രാമത്തിലുള്ള ഒരു അനാഥ പയ്യനാണ്. സിറ്റിയിലുള്ള കോളേജിലേക്ക് പഠിക്കാൻ പോകും. അവന്റെ സ്വപ്നം പഠിച്ചതിന് ശേഷം വലിയ ആളാകണമെന്നതാണ്. പക്ഷെ ജീവിതം അത്ര എളുപ്പമല്ലല്ലോ. ചേടാ അനാഥ ചെക്ക, നിന്റെ അച്ഛൻ്റെ പേര് എന്താണെന്ന് നിനക്കറിയില്ല, പക്ഷേ നീ ഇവിടെ പഠിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ നോക്ക്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേര് അറിയുമോ അറിയില്ലേ, അതുകൊണ്ട് നിനക്കെന്താ പ്രശ്നം? പിന്നെ ഞാൻ ഇവിടെ ഉള്ളത് നിനക്ക് പ്രശ്നമെങ്കിൽ ഞാൻ ഒരു കാര്യം നിനക്ക് ഓർമ്മിപ്പിക്കട്ടെ, പഠിപ്പ് എല്ലാവരുടെ ഉரிமைയാണ്. ഏയ്, എന്താ തിമിരായിട്ട് സംസാരിക്കുന്നത്? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഓടിക്കോ. എവിടെ നിന്ന് വരുന്ന അറിയില്ലല്ലോ. ഇത് കേട്ടതും നിതിന്റെ മനസ്സ് ആകെ വിഷമത്തിലായി. എന്നിട്ട് അവൻ ബാഗ് എടുത്തു തിരിഞ്ഞു പോലും നോക്കാതെ കോളേജിന്റെ ഗേറ്റിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്തിനാ എപ്പോഴും എന്നെ തന്നെ ശല്യം ചെയ്യുന്നു? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ജീവിക്കാൻ മാത്രമേ ആശപ്പെടുന്നത്. അവൻ ഒരു മരത്തിന് താഴെ ഇരുന്നു കൊണ്ട് തല കുനിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് റോട്ടിൽ ഒരു ഭയങ്കരമായ ബ്രേക്ക് ശബ്ദവും ടയർ പൊട്ടുന്ന ശബ്ദവും കേട്ടത്. ചേടാ, ഒരു പെണ്ണിന് ആക്സിഡന്റ് ആയിട്ടുണ്ട്, എല്ലാവരും വരൂ. റോട്ടിൽ നടക്കുന്ന സംസാരം, ശബ്ദം, പ്രശ്നമെല്ലാം കേട്ടിട്ട് നിതിൻ അവിടെ നിന്നും ഓടിച്ചെന്ന് എല്ലാരെയും മാറ്റിയിട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു അമ്മ സ്വബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ചേട്ടാ, ഒരു കാര്യം ചെയ്യൂ, ഇവരിന് ശ്വാസമുണ്ട്, വെള്ളം എടുത്തുകൊണ്ടുവരൂ. ആ അമ്മയുടെ കണ്ണുകളിൽ പേടിയുണ്ടായിരുന്നു. മുഖം വിളറിക്കൊണ്ട് ചുണ്ടുകളൊക്കെ വിറച്ചുകൊണ്ടിരുന്നു. ഞാൻ എവിടെയാണുള്ളത്? ചുമര് എവിടെയാണ്? എന്റെ കുഞ്ഞ്. ചേട്ടാ, ഇവരുടെ സ്ഥിതി വളരെ മോശമായിട്ടുണ്ട്, വേഗം തന്നെ ഇവരിനെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അവിടെ അടുത്തുള്ളവരോട് സഹായം ചോദിച്ച് നിതിൻ ആ അമ്മയെ ഹോസ്പിറ്റലിൽ ചെന്ന് ചേർത്ത് അവർക്ക് ട്രീറ്റ്മെന്റ് നോക്കി. ഇവരിന് കായങ്ങൾ കുറവാണ്, പക്ഷേ മനസ്സ് വേദന ഉണ്ട്, ഇവർക്ക് റെസ്റ്റ് ആവശ്യമാണ്. ശരി ഡോക്ടർ സാറേ, ഞാൻ ഇവരിനെ നോക്കിക്കൊള്ളാം. നിതിൻ ആ അമ്മയെ തന്റെ ചെറിയ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവന്റെ കയ്യിൽ വലുതായൊന്നുമില്ല, പക്ഷെ അവന്റെ മനസ്സ് വളരെ വലുതാണ്. അവൻ എന്തു കരുതിയെന്നാൽ ഇങ്ങനെയെങ്കിലും സംസാരിക്കാനെങ്കിലും അവന്റെ കൂടെ ആരെങ്കിലും കാണുമല്ലോ. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേരാണോ? അത് എന്റെ പേര് അത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ പേരിനെയും മറന്നുപോയോ? ശരി, ഒരു കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് പുതിയ പേര് വെക്കുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ പേര് സരിത, ശരിയാണോ? എന്ത്, സരിതയോ? അതെ, സരിത. ദിവസങ്ങൾ കടന്നുപോയി. നിതിൻ ജോലി കഴിഞ്ഞു വരും. സരിത അവന് ചായ ഇട്ട് നൽകും. രാത്രിയിൽ അവന് കഥ പറഞ്ഞു കൊടുക്കും. രണ്ടുപേരുടെ ജീവിതത്തിലും ഒരു വ്യത്യസ്തമായ അനുഭവം കിട്ടി. പക്ഷെ അപ്പോഴാണ് ഒരു ദിവസം നിതിൻ, നിനക്കറിയാമോ, എനിക്കിപ്പോഴും എനിക്ക് വേണ്ടി ആരോ കാത്തിരിക്കുന്നത് പോലെ തോന്നുന്നു. ആരാണ്? എന്റെ മകൻ. വളരെ ചെറിയവനായിരുന്നു അപ്പോൾ അവൻ കാണാതായി. എനിക്ക് വേറെ ഒന്നും ഓർമ്മയില്ല, പക്ഷെ എന്റെ മകനെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. സരിത പറഞ്ഞത് കേട്ടിട്ട് നിതിന് സങ്കടം തോന്നി. അവന് തോന്നി അവരുടെ മനസ്സിൽ നല്ല വിഷമമുണ്ടെന്ന്. സരിത തന്റെ സാധനങ്ങളിൽ നിന്നും ഒരു ഫോട്ടോ എടുത്തു. അത് നിതിനോട് കാണിച്ചു. അത് കണ്ടതും നിതിന് കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വന്നു. കണ്ടോ മോനെ, ഇതാണ് എന്റെ മകൻ. പുറകിലോട്ട് നോക്ക്, ഇതാണ് ക്ഷേത്രം. എനിക്ക് എന്തു തോന്നുന്നാൽ അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. നിതിൻ ആ ഫോട്ടോ കയ്യിൽ വാങ്ങി. ആ ഫോട്ടോയിൽ ഒരു ചെറിയ മകനുണ്ടായിരുന്നു. പിന്നെ അവന്റെ പുറകിൽ ഒരു വലിയ ക്ഷേത്രമുണ്ടായിരുന്നു. പക്ഷേ നിതിൻ ആ ഫോട്ടോയുടെ ഒരു മൂലയിൽ നോക്കി. അവിടെ അവന് സംസാരിക്കുന്ന മാന്ത്രിക ചുമർ കാണാൻ സാധിച്ചു. ഇത് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള വലിയ അമ്പലമാണ്. എന്റെ മകൻ, പക്ഷെ എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോ. ആ സ്ഥലം മർമ്മമായ സ്ഥലമാണ്, ആളില്ലാതെ ഇരിക്കും. ആ സ്ഥലം എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല മോനെ, പക്ഷെ എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോ. ഈ ലോകത്ത് എനിക്കെന്ന് ആരും തന്നെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിലും എനിക്കത് ഓർമ്മയിലുമില്ല. എന്റെ അവസാനത്തെ വിശ്വാസം ഇതാണ്, എങ്ങനെയെങ്കിലും ഞാൻ അവനെ കണ്ടുപിടിക്കണം. സരിതയുടെ അവസ്ഥ കണ്ട് നിതിന്റെ മനസ്സ് ഉടയാൻ തുടങ്ങി. സരിതയുടെ കളഞ്ഞുപോയ മകനോട് അവർക്കുള്ള സ്നേഹം അവന് മനസ്സിലാകാൻ തുടങ്ങി. ശരി, നിങ്ങളുടെ വിരുപ്പം പോലെ തന്നെ ചെയ്യുന്നു. നമ്മൾ തീർച്ചയായും ആ കാട്ടിനകത്ത് പോവാം. എന്നിട്ട് നിങ്ങളുടെ മകനെ പറ്റി കേൾക്കാം. അവിടെ തീർച്ചയായും നമുക്ക് കാര്യങ്ങൾ അറിയാൻ വരും. കാരണം അതാണ് സംസാരിക്കുന്ന മായ ചുവര്. അത് നമ്മളുടെ കടന്ന കാലം, നികൾകാലം, എതിർകാലത്തിനെ പറ്റി എല്ലാ കാര്യങ്ങളും പറയും. എന്ത്, നേരാണോ? അതെ, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. നമുക്ക് തീർച്ചയായും എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ വരും. നിതിൻ പറഞ്ഞത് കേട്ടതും ആശയുടെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷയുണ്ടായി. അതായത് പല വർഷ ഇരുട്ടിനകത്ത് ഒരു വെളിച്ചം കണ്ടതുപോലെ.
എന്നാ ശരി, നാളെ തന്നെ നമ്മൾ അവിടേക്ക് പോകാം. ഇനിയും എനിക്ക് കാത്തിരിക്കാനാവില്ല. ശരി, പക്ഷേ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി സാധാരണ വഴിയല്ല. പക്ഷേ നിങ്ങൾ വിഷമിക്കണ്ട, ഇത് എൻ്റെ വാക്കാണ്. നേരം വെളുത്തതും തന്നെ സരിതയും നിതിനും കാട്ടുവഴിയിൽ കൂടി പോയി. സരിതയുടെ മനസ്സിൽ തന്റെ മകൻ കിട്ടുമെന്ന വിശ്വാസമുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ എന്തായിരുന്നെന്നാൽ ഇന്ന് എങ്ങനെയെങ്കിലും കളഞ്ഞുപോയ നമ്മുടെ മകനെ കണ്ടുപിടിക്കാമെന്നുള്ള വിശ്വാസം. എന്റെ ദൈവമേ, ഈ പാത എന്താ ഇത്ര മോശമായിരിക്കുന്നത്? കാണാൻ ഭയങ്കരമായും ഇരിക്കുന്നു. ശരി, പക്ഷേ ഈ പാതയാണ് നമ്മളെ ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ഇവിടെ തന്നെ നടന്നു പോയാൽ മതിയാണ്. നിതിനും സരിതയും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മേഘങ്ങൾ ഇടിക്കുന്ന ശബ്ദം കേട്ടത്. നല്ല വെളിച്ചമായിരിക്കുന്ന ആകാശം ഇരുളുന്നത് പോലെ തോന്നി. നല്ല തണുത്ത കാറ്റോടുകൂടി മഴയും പെയ്യാൻ തുടങ്ങി. എന്റെ ദൈവമേ, എന്താണിത്? പെട്ടെന്ന് ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയല്ലോ. അതെ, എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നമ്മൾ വേഗം തന്നെ പോകണം. രണ്ടുപേരും അവർ പോകുന്ന പാതയിൽ കൂടി ഒരു ഗുഹയിനകത്തേക്ക് ചെന്നു. ആ ഗുഹയുടെ അകത്ത് നല്ല ഇരുട്ടും വെള്ളം വീഴുന്ന ശബ്ദവും പിന്നെ കാറ്റ് വീശുന്ന ശബ്ദവും കേട്ടു. പക്ഷേ നിതിൻ പുറത്തേക്ക് വന്നപ്പോൾ അവൻ നോക്കി, അവിടെ സരിത എവിടെയുമില്ല. സരിതാമ്മേ, സരിതാമ്മേ, അയ്യോ, ഇവർ എങ്ങോട്ടാ പോയെന്ന് അറിയില്ലല്ലോ. ഇവിടെ ഇരുട്ടിട്ട് കൂടിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? അവൻ എല്ലാ വശത്തും തേടി നോക്കി. ഗുഹയുടെ അകത്ത് ചെന്ന് വീണ്ടും വിളിച്ചു. പക്ഷെ ഒരു മറുപടിയുമില്ല. അവന്റെ ഹൃദയം വീണ്ടും ഇടിക്കാൻ തുടങ്ങി. ഒരു പക്ഷേ അവരിന് പ്രശ്നമുണ്ടായിരിക്കുമോ? ഇപ്പോൾ എന്ത് ചെയ്യാനാ? സരിത അമ്മയെ തേടിയാൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റില്ല. ഒരു പക്ഷേ അവർ അങ്ങോട്ട് എനിക്ക് കിട്ടിയാൽ. നിതിൻ അവിടെ നിന്നും ക്ഷേത്രത്തിന്റെ വാതിൽക്കൽ ഓടിച്ചെന്നു. അവന് മുറിവേറ്റിരുന്നു. കാലിലും കയ്യിലുമൊക്കെ രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. അവൻ നോക്കിയപ്പോൾ അവിടെ മാന്ത്രിക ചുമരുണ്ടായിരുന്നു. ആ മഴ വെള്ളത്തിൽ പോലും ആ ചുമർ വിചിത്രമായ രീതിയിൽ മിന്നിക്കൊണ്ടിരുന്നു. നിതിൻ സമയം പാഴാക്കാതെ നേരെ ആ ചുമരിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആ ചുമരിനോട് എന്തു പറഞ്ഞെന്നാൽ, നീ പറയുന്നത് എല്ലാം സത്യമെങ്കിൽ എൻ്റെ അമ്മ പോലെ ഉള്ള സരിത അമ്മേനെ എൻ്റെ അടുത്ത് അഴിച്ചേക്ക്. പാപം നിതിൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ ക്ഷേത്രത്തിന് പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. അത് സരിതയുടേത്. സരിത അമ്മേ. അവൻ അവിടേക്ക് ഓടി നോക്കിയപ്പോൾ സരിതയുടെ സാരിയൊക്കെ നനഞ്ഞു നിന്നിരുന്നു. കാലിൽ അവിടെയുള്ള മുള്ളൊക്കെ കുത്തിയത് കൊണ്ട് രക്തം ഒലിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് എന്താ പറ്റി? എന്തിനാ നിങ്ങൾ ഇവിടെ ഉള്ളത്? ആ ഗുഹയുടെ അകത്ത് ഞാൻ വീണുപോയി മോനെ. പിന്നെ ഞാൻ മയങ്ങിപ്പോയി. അതുകൊണ്ട് എന്റെ അവസ്ഥ ഇങ്ങനെയായി. പിന്നെ ഞാൻ കൺ പിടിച്ചു നോക്കിയപ്പോൾ ഉടനെ ഞാൻ ഇവിടേക്ക് വന്നു. സരിതയ്ക്ക് നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിതിന്റെ മനസ്സ് ആകെ വിഷമത്തിലായി. അവൻ സരിതയെ പതുക്കെ പിടിച്ച് ആ ചുവരിനടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് സരിത നിതിന്റെ രക്തം ആ ചുവരിൽ കൊണ്ടത്. അപ്പോൾ പെട്ടെന്ന് ആ ചുവരിൽ ഒരു മുഖത്തിന്റെ രൂപം കണ്ടു. എന്താണിത്? ഇത് ദൈവത്തിന്റെ രൂപം പോലെ ഉള്ളത്. അപ്പോഴാണ് ആ ചുമരിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. സരിത, നിന്റെ മകൻ കാണാതെ പോയില്ല. അവൻ നിന്റെ അടുത്താണുള്ളത്. നിതിന് ശ്വാസം നിലച്ചുപോയി. ആ ചുമരിൽ ഒരു ചെറിയ കുട്ടി പെണ്ണിന്റെ രൂപവും കണ്ടു. പിന്നെ ആ കുട്ടി വേറെ ആരുമല്ല, അത് നിതിനാണ്. ആ കാഴ്ചയിൽ അവൻ എന്തു കണ്ടെന്നാൽ, ചെറുപ്പത്തിൽ അവൻ സരിതയിൽ നിന്നും എങ്ങനെ പിരിഞ്ഞു, എങ്ങനെ വളർന്നത്. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ മകനാണോ? എന്ന് വെച്ചാൽ ഞാൻ എത്ര ദിവസമായിട്ട് എൻ്റെ അമ്മയോട് ഉണ്ടായിരുന്നോ? ഞാൻ എൻ്റെ അമ്മയ്ക്കാണ് സേവ ചെയ്തത്. എന്റെ മകൻ നീയാണോ? ഞാൻ നിന്റെ അമ്മയാണ് മോനെ. പിന്നെ നീ എന്റെ മകനാണ്. നീ എന്റെ പൊന്നു മോനെ. അങ്ങനെ അവസാനം സരിതയും നിതിനും മാറി മാറി കെട്ടിപ്പിടിച്ചു. മഴ, ചുമരിൽ നിന്നും കേട്ട ശബ്ദം, പിന്നെ ക്ഷേത്രത്തിലെ മണിയുടെ